ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നടന്നാൽ കൂടുതൽ അധികാരം ഞാൻ നിങ്ങൾക്ക് തരും. ഹാ, അധികാരം മാത്രമല്ല, പണവും. ഇനി ഞാൻ കരുണാകരൻ സാറിനെ വിളിപ്പിച്ച കാര്യം പറയാം. കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കാൻ കൈലാസിനെ അങ്കിൾ നിർബന്ധിക്കുന്നുണ്ട്. ചിലപ്പോ അത് നടന്നേക്കും. പക്ഷേ നമ്മൾ തമ്മിലുള്ള ഈ ഡീലിങ്സ് കൈലാസ് ഒരിക്കലും അറിയാൻ പാടില്ല. നമ്മളിപ്പോ സംസാരിച്ച വിഷയം അവൻ അറിയരുത്. മാഡം, ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടേ വർഷം 30ആയി. പക്ഷേ ആരും എനിക്ക് ഇത്രയും നല്ലൊരു പരിഗണന തന്നിട്ടില്ല. ഇഷ്ടപ്പെടുന്നവരെ ഞാൻ തലയിലേറ്റി നടക്കും മാഡം. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഈ ഡീല് ഒരു ഈച്ച പോലും അറിയില്ല. കമ്പനി ഇനിയും വളരണമെങ്കിൽ കൂടുതൽ ജോലിക്കാർ വേണം. ഇനിയും അഷ്ടിക്ക് വകയില്ലാത്തവരെ തിരിഞ്ഞുപിടിച്ച് കരുണാകരൻ സാർ ജോലിക്ക് വെച്ചോളൂ. അതൊക്കെ എനിക്ക് വിട്ടേക്കും മാഡം. മാഡത്തിനോടും എനിക്ക് അത് തന്നെ പറയാനുള്ളത്. നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് അവൻ ഒരിക്കലും അറിയാൻ പാടില്ല. ആര്? കൈലാസോ? കൈലാസ് അല്ല മാഡം, അവൻ വെറും പയ്യൻ. ഞാൻ പറഞ്ഞത് അരവിന്ദനെ കുറിച്ചാണ്. പ്രൊഡക്ഷനിൽ സിഇഒ മാഡം ആയിരിക്കും, പക്ഷേ സെയിൽസിൽ അരവിന്ദനാണ് സിഇഒ. വിദേശത്തിരുന്നുകൊണ്ട് നിറയെ ഓർഡേഴ്സ് കളക്ട് ചെയ്യുന്ന അരവിന്ദനോട് PKR സാറിന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാവും. നമ്മൾ തമ്മിലുള്ള അടുപ്പവും ഡീലിങ്സും അരവിന്ദൻ അറിഞ്ഞ കാര്യങ്ങൾ തകിടം മറിയും. അരവിന്ദനെ കുറിച്ച് ഓർത്ത് കരുണാകരൻ സാർ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ അത്ര വലിയ പുള്ളിയൊന്നും അല്ല. അവനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ മാഡം. ആ സർ, നിങ്ങളെ ഏതോ ഒരു പെണ്ണ് തല്ലിയെന്ന് കേട്ടല്ലോ. അവൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും സാർ ആലോചിക്കുന്നത്. ഈ ഗാർമെന്റ്സിന്റെ ഓരോ മുക്കിലും മൂലയിലും എന്റെ ഒരു കണ്ണുണ്ടെന്ന് കൂട്ടിക്കോ. നിങ്ങളെ കൈനീട്ടി അടിച്ച അവളെ എനിക്കൊന്ന് കാണണമല്ലോ. അവളിപ്പോ എവിടെയുണ്ട്? ഗോഡൌണിലുണ്ട് മാഡം. വാ, നമുക്ക് ഗോഡൌണിലേക്ക് പോവാം. ഹലോ, ആ വന്നിട്ടുണ്ടോ? ശരി, വരാൻ പറയൂ. ഓഡിറ്റർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് വന്നതാ. അവളെ നമുക്ക് പിന്നെ കാണാം. സാറ് പോയിക്കോളൂ. ഓക്കെ മാഡം. പനി കുറഞ്ഞല്ലോ. ആരാ എന്റെ നെറ്റിയിൽ തുണി നനച്ചിട്ടത്? ആരാ ഇതെല്ലാം അടുക്കി പറക്കി വെച്ചത്? ജയന്തി ചേച്ചി. ആഹാ, മുഖം തെളിഞ്ഞല്ലോ. പനിയും കുറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയാതെ മയങ്ങിപ്പോയി. ജയന്തി ചേച്ചി എന്നെ പുതപ്പിച്ചത് നന്നായി. പുതച്ചു മൂടി കിടന്നതുകൊണ്ടാ പനി കുറഞ്ഞത്. ഞാൻ നിന്നെ പുതപ്പിച്ചെന്നോ? ഗോഡൌണിൽ വന്ന് ചേച്ചിയല്ല എന്നെ പുതപ്പിച്ചത്. അതിന് ഞാൻ ഗോഡൌണിൽ വന്നില്ലല്ലോ. പിന്നെ ആരാ എന്നെ പുതപ്പിച്ചത്? ആ, എനിക്കറിയില്ല. ഞാൻ ഉണരുമ്പോ ഞാൻ പുതച്ചു കിടക്കുക. എന്റെ നെറ്റിയില് തുണി നനച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ജയന്തി ചേച്ചി എന്നെ സഹായിച്ചതാണെന്നാ ഞാൻ കരുതിയത്. ഞാൻ പറഞ്ഞത് സത്യമാ പാർവതി. ഞാൻ ഗോഡൌണിൽ വന്നിട്ടില്ല. പിന്നെ ആരാ അത് ചെയ്തത്? സൗസോ, എന്താ ചേച്ചി?
നീയാണോ ഗോഡൌണിൽ പോയി പാർവതിയെ സഹായിച്ചത്? ഞാനോ? ആണോ പാർവതി? ഞാൻ ഗോഡൌണിൽ വന്ന് നിന്നെ സഹായിച്ചോ? നല്ല ആളോടാ ഞാൻ ചോദിച്ചത്. ഇവളല്ല പാർവതി. ഓർമ്മയും കഥയുള്ളവരല്ലേ അതൊക്കെ ചെയ്യൂ. ആ ജയന്തി ചേച്ചി അല്ല, സൗ അല്ല, പിന്നെ ആരായിരിക്കും? സൗസോ, നിന്നെ ആ കട്ടിംഗ് മാസ്റ്റർ വിളിക്കുന്നു. ഓ ആണോ? ഞാൻ പോയി ചെല്ല്, ചെല്ല്. തരാം. ജയന്തി, ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. സൗസോവിന്റെ കാര്യം നീ മറന്നുപോയോ? അവളുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. അത് ശരിയാണല്ലോ. എന്താ ചേച്ചി? ഇന്ന് സൗസുവിന്റെ പിറന്നാളാ. ആണോ? ആരും പറഞ്ഞില്ലല്ലോ. അവളും പറഞ്ഞില്ല. ഓർമ്മയുണ്ടെങ്കിലല്ലേ പറയൂ. സ്വന്തം പിറന്നാൾ ആരെങ്കിലും മറന്നു പോവോ? അവള് മറക്കും. ഞാൻ പോയി അവളോട് പറഞ്ഞിട്ട് വരാം. ഏയ് നിക്ക്, നീ ഇത് എങ്ങോട്ടായി പോന്നേ? അവൾക്ക് ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാ. അതുകൊണ്ടാ ഞങ്ങൾ ആരും അവളൊന്ന് വിഷു പോലും ചെയ്യാതിരുന്നത്. നീ എല്ലാം കൊളവാക്കാനുള്ള പരിപാടിയാണോ? അയ്യോ, അതെനിക്കറിയില്ലായിരുന്നല്ലോ. നമ്മൾ എന്താ ഒക്കെ കൊടുക്കുക? ഞാൻ എന്റെ അഭിപ്രായം പറയാം. വൈകിട്ട് അവളെയും കൂട്ടി നമ്മളെല്ലാവരും ബീച്ചിൽ പോകുന്നു. ആ, അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നു. ബീച്ചിലൊക്കെ പോവോ? ഞാൻ ഇതുവരെ കടല് കണ്ടിട്ടില്ല. എന്നെയും കൊണ്ടുപോവോ? പിന്നെ നിന്നെ കൂട്ടാതെ ഞങ്ങൾ പോവോ? ഓരോരുത്തർ 500 രൂപ വെച്ചിട്ട് നമുക്ക് പരിപാടി ഗ്രാൻഡ് ആക്കാം. ഞാൻ റെഡിയാ. ഞങ്ങൾ എല്ലാവരും റെഡിയാ. ജയന്തി, പ്രിയനോട് പറഞ്ഞോ? പ്രിയന്റെ കൂടെ 24 മണിക്കൂർ നടക്കുന്ന നീയല്ലേ? നീയല്ലേ അവനോട് പറയേണ്ടത്. അയാളും വരുമോ? പ്രിയം വരുമെന്നോ? പ്രിയന് സൗസൗ സ്വന്തം അനുജത്തിയെ പോലെയാ. അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ ആദ്യം മുന്നിട്ടിറങ്ങുന്നത് അവനായിരിക്കും. എന്നാ ഞാൻ വരുന്നില്ല ജയന്തി ചേച്ചി, നിങ്ങൾ പോയിക്കോ. അതെന്താ, കയ്യിൽ 500 രൂപ ഇല്ലാത്തോണ്ടാണോ? നിന്നോട് ആരെങ്കിലും പൈസ ചോദിച്ചോ? അതല്ല ചേച്ചി, ബീച്ചിൽ പോയാ ഹോസ്റ്റലിൽ എത്തുമ്പോ വൈകില്ലേ? 8 മണിക്ക് മുൻപ് ഹോസ്റ്റലിൽ എത്തണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നീ ഇതുവരെ ബീച്ച് കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? വൈകിയെന്ന് വെച്ച് ഹോസ്റ്റലിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് പ്രിയൻ സംസാരിച്ച് ശരിയാക്കിക്കോളും. വേണ്ട ചേച്ചി, ഞാൻ പിന്നെ എപ്പോഴേലും പോയിക്കോളാം.